അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. ഏറ്റവും പ്രിയമുള്ള പഠിതാക്കളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരാൻ ഉപയോഗപ്പെടുത്തിയ അറബി ഭാഷ അത് ഏറ്റവും ഭംഗിയായി പഠിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സമയത്തെ അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കുകയും നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാവട്ടെ. വളരെ സന്തോഷത്തോടു കൂടി ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരിൻ നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ടെക്സ്റ്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. ആദ്യമായി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അദ്ദർസുത്താനി ദാലിക മാ ദാലിക ദാലിക നജ്മുൻ ഹാദാ മസ്ജിദുൻ വദാലിക ബൈത്തുൻ ഹാദാ ഹിസാനുൻ വദാലിക ഹിമാറുൻ അദാലിക കൽബുൻ ലാ ദാലിക ഖിത്തുൻ മാ ദാലിക ദാലിക സരീറുൻ മൻ ഹാദാ വമൻ ദാലിക ഹാദാ മുദർരിസുൻ വദാലിക ഇമാമുൻ മാ ദാലിക ദാലിക ഹജറുൻ ഹാദാ സുക്കറുൻ വദാലിക ലബനുൻ. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ദർസിലെ പാഠഭാഗം. ഇനി നമുക്കിതിലെ പാഠഭാഗത്ത് വന്ന ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും നമ്മൾ മനസ്സിലാക്കി പിന്നീട് വരുന്ന തംരീനുകളിൽ അതിൻ്റെ പരിശീലനത്തിൽ നമ്മൾ ഇത് കൂടുതൽ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇതിൻ്റെ ഹെഡിങ് ആയി കൊടുത്തിരിക്കുന്നത് ദാലിക എന്നതാണ്. ദാലിക നമ്മളത് വായിക്കുമ്പോൾ ദാലിക അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നാവിൻ്റെ അറ്റം ഒരല്പം മേലെ മുൻപല്ലുകളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ദാലിക ദാലിക. അപ്പം അത് വായിക്കുമ്പോൾ എഴുതുന്ന ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ വായനയും എഴുത്തും കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഹാദ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എഴുത്ത് ഈ രൂപത്തിൽ ദ എന്ന് എഴുതിയിട്ട് പിന്നീട് ഒരു അലിഫ് നീട്ടാൻ കൊടുത്ത് അതിൻ്റെ ശേഷം ദാലിക ഇങ്ങനെയായിരിക്കും എഴുതേണ്ടി വരിക വായനയുടെ രീതിയാണെങ്കിൽ. പക്ഷേ ഇവിടെയും എഴുത്തിൽ നമ്മൾ
ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഇത് എഴുതുമ്പോൾ വരുന്ന രീതി? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ ദലിക്ക എന്ന് എഴുതിയിട്ട് ദാലിക്ക എന്ന് വായിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ എഴുതേണ്ട രീതിയാണ് ഇനി പറയുന്നത്. എന്താണ് വായിക്കുക? ദാലിക്ക. പക്ഷേ എഴുതിയത് എങ്ങനെയാണ്? ദലിക്ക എന്നാണ്. നീട്ടാൻ ആകാരം കൊടുക്കാതെ ദാലിക്ക എന്ന് വായിക്കുന്നു. എഴുതുമ്പോൾ ദലിക്ക എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ശൈലിയാണ് ഇവിടെ വരുന്നത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥകർത്താവ് ഹെഡിങ് കൊടുത്ത സന്ദർഭത്തിൽ ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദ എന്നതിന് ശേഷം ഒരു അലിഫ് സഗീറ കൊടുത്തിരിക്കുന്നു. ഒരു ചെറിയ ഒരു അലിഫ് കൊടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് നോക്കൂ, ഇവിടെ ഉണ്ടില്ലേ? ദ എന്നതിന് ശേഷം ഒരു ചെറിയൊരു അലിഫ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് വായിക്കേണ്ട രീതി ഇങ്ങനെയാണ് എന്നതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് നമ്മൾ ഈ പ്രയോഗങ്ങൾ വരുമ്പോഴൊന്നും ആ ഒരു അലിഫ് സഗീറയെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ദലിക്ക എന്ന് എഴുതി ദാലിക്ക എന്ന് നമ്മൾ വായിക്കണം എന്നർത്ഥം. പലപ്പോഴും വിദ്യാർത്ഥികൾ തുടക്കത്തിൽ തെറ്റിക്കാറുള്ള ഒരു വിഷയമാണത്. ദാലിക്ക എന്നെഴുതുമ്പോൾ ദാലിന് ശേഷം ദാലിന് ഫത്ഹ് കൊടുത്ത് പിന്നീട് അലിഫ് ഇട്ടുകൊണ്ടാണ് ലിക്ക എന്ന് എഴുതാറുള്ളത്. അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ശരി, ദാലിക്ക എന്നതിൻ്റെ അർത്ഥമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. എന്താണ് ദാലിക്ക എന്നതിൻ്റെ അർത്ഥം? എന്താണ് ദാലിക്ക? അത്, ദാറ്റ് അതാണ് അതിൻ്റെ അർത്ഥം. അത്. ഹാദ എന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഓർത്തു നോക്കൂ. ഇത്. ദാലിക്കയുടെ അർത്ഥം എന്താണ്? അത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതായ ചില ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതാ ഗ്രന്ഥകർത്താവ് ചില സെൻറ്റൻസുകൾ നമുക്ക് സമ്മാനിക്കുകയാണ്. ഒന്നാമത്തേത് മാ ദാലിക്ക. മാ നമ്മൾ പഠിച്ചിരിക്കുന്നു. മാ എന്താണ്? മാ ദാലിക്ക അതെന്താണ്? മാ ദാലിക്ക അതെന്താണ്? ദാലിക്ക നജ്മുൻ. ദാലിക്ക നജ്മുൻ. ദാലിക്ക നജ്മുൻ അത് നക്ഷത്രമാണ്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് എ സ്റ്റാർ. അതൊരു നക്ഷത്രമാണ്. ദാലിക്ക നജ്മുൻ അതൊരു നക്ഷത്രമാണ്. അതൊരു നക്ഷത്രമാണ്. ശരി, ദാലിക്ക എന്നുള്ളത് ദൂരെയുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഹാദ എന്ന് പറയുമ്പോൾ അടുത്തുള്ളതിനെയായിരുന്നു. ഇത് അല്ലെ, ആ പ്രയോഗത്തിൽ തന്നെ അടുത്തുള്ളതാണ് ഇത്. ദാലിക്ക എന്ന് പറയുമ്പോൾ അത് ദൂരെയുള്ളതിനെയാണ് അതറിയിക്കുന്നത്. അല്പം അകലെയാണ് അല്ലേ? ദാലിക്ക നജ്മുൻ അത് നക്ഷത്രമാകുന്നു. തുടർന്ന് വീണ്ടും ഹാദ മസ്ജിദുൻ. നേരത്തെ നമ്മൾ പഠിച്ച വിഷയം. ഹാദ മസ്ജിദുൻ ദിസ് ഈസ് എ മോസ്ക്. ഇതൊരു പള്ളിയാകുന്നു. ഇതൊരു പള്ളിയാകുന്നു. വദാലിക ബൈത്തുൻ. വദാലിക ബൈത്തുൻ. വദാലിക ബൈത്തുൻ അത് ഒരു വീടാകുന്നു. അപ്പോൾ ഹാദ മസ്ജിദുൻ ദിസ് ഈസ് എ മോസ്ക് ആൻഡ് ആ വായുടെ അർത്ഥം എന്താണ്? വ. ആൻഡ് ദാലിക ബൈത്തുൻ ദാറ്റ് ഈസ് എ ഹൗസ് അതൊരു വീടുമാകുന്നു. ഇതൊരു പള്ളിയാകുന്നു. അതൊരു വീടാകുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ഹാദ മസ്ജിദുൻ വദാലിക ബൈത്തുൻ. ഇത് പള്ളിയാകുന്നു. അത് ഒരു വീടാകുന്നു. അപ്പോൾ ഇത് അടുത്തുള്ളതാണ്. ദാലിക്ക അകലെയുള്ളതാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസിനെ, ഒരു ജുംലയെ ആണ് ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. ഹാദ ഹിസ്വാനുൻ. ഹാദ ഹിസ്വാനുൻ ഇതൊരു കുതിരയാണ്. വദാലിക ഹിമാറുൻ അതൊരു കഴുതയാണ്. ഹാദ ഹിസ്വാനുൻ
ഇതൊരു കുതിരയാണ്. വദാലിക ഹിമാറുൻ, അതൊരു കഴുതയാകുന്നു. ദിസ് ഈസ് എ ഹോഴ്സ്, ഇതൊരു കുതിരയാണ്. വദാലിക ഹിമാറുൻ ആൻഡ് ദാറ്റ് ഈസ് എ ഡോങ്കി, അതൊരു കഴുതയാകുന്നു. ഓക്കെ, ഹാദയും ദാലിക്കയും ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ ആ ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസിലൂടെ വരുന്നത്. അപ്പോൾ പുതിയൊരു പദമാണ് കെലിമ ജദീദ. എന്താണ്? ഒരു പുതിയൊരു കെലിമത്താണ് ഹിസ്വാനുൻ. ഹിസ്വാനുൻ മഅന കുതിര. വദാലിക ഹിമാറുൻ, അതൊരു കഴുതയാകുന്നു. അപ്പോൾ ഇത് ഒരു കുതിരയാണ്, അതൊരു കഴുതയാണ്. ഇതുപോലെ നമുക്ക് വേറെ ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഖുർആനാണ്, അത് ഹദീസാണ്. പറയലെങ്ങനെയായിരിക്കും? ഹാദാ ഖുർആനുൻ വദാലിക ഹദീസുൻ, ഹാദാ ഖുർആനുൻ വദാലിക ഹദീസുൻ. ഇങ്ങനെ ഓരോ പ്രയോഗങ്ങളും നമുക്ക് ഹാദയും ദാലിക്കയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ, എഴുതാൻ, പറയാനൊക്കെ ഇത് സാധ്യമാകുന്നുണ്ട്. ശരി, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ചോദ്യമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അന്ന് പഠിച്ചിരുന്നൊരു ഭാഗം ഓർമ്മയുണ്ടല്ലോ. അതെന്താണ്? അ ആ എന്ന് പറഞ്ഞാൽ ആണോ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നോക്കൂ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു സെൻറ്റൻസ്. അദാലിക കൽബുൻ, അദാലിക കൽബുൻ, അതൊരു നായയാണോ? ഈസ് ദാറ്റ് എ ഡോഗ്, അതൊരു നായയാണോ? അദാലിക ഈസ് ദാറ്റ്, അതാണോ. അപ്പോൾ ആണോ എന്ന് പറയാൻ അറബിയിൽ എന്താണ് ഉപയോഗിക്കുക? അദാലിക കൽബുൻ, അതൊരു നായയാണോ? എങ്ങനെയാണ് ഉത്തരം? ലാ, നോ. ലാ കോമയിട്ട് ലാ, നോ. ദാലിക ഖിത്തുൻ, ഇറ്റ് ഈസ് എ കാറ്റ്, അതെന്താണ്? അതൊരു പൂച്ചയാണ്. അല്ല, അതൊരു പൂച്ചയാണ്. അല്ല, അതൊരു പൂച്ചയാണ്. ഒന്നുകൂടെ നോക്കൂ. അദാലിക കൽബുൻ, അതൊരു നായയാണോ? ലാ ദാലിക ഖിത്തുൻ, അല്ല, അതൊരു പൂച്ചയാണ്. അപ്പോൾ അതൊരു പള്ളിയാണോ? അല്ല, അത് വീടാണ്. അതൊരു വീടാണോ? അല്ല, പള്ളിയാണ്. അത് ഖുർആനാണോ? അല്ല, അത് ഹദീസാണ്. ഇങ്ങനെ പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അദാലിക, ഒന്നുകൂടെ നമുക്ക് നോക്കാം. അദാലിക കൽബുൻ, അതൊരു നായയാണോ? ലാ ദാലിക ഖിത്തുൻ, അല്ല, അതൊരു പൂച്ചയാണ്. നെക്സ്റ്റ്, മാദാലിക, മാദാലിക, അതെന്താണ്? ലേ, മാദാലിക എന്തിലേക്ക് ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ബെഡിലേക്ക് ചൂണ്ടിയിട്ടാണ് അല്ലേ? മാദാലിക, അതെന്താണ്? ദാലിക സരീറുൻ, അതൊരു ബെഡാണ്. ദാലിക സരീറുൻ, അതൊരു ബെഡാണ്. മാദാലിക, മാദാലിക, അതെന്താണ്? ദാലിക സരീറുൻ, അതൊരു ബെഡാണ്. അതൊരു ബെഡാണ്. വീണ്ടും നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച വാക്കുകളാണിതൊക്കെ. മൻ, ഓർമ്മയുണ്ടല്ലോ. എന്താണ് മൻ? മൻ ഹാദ വമൻ ദാലിക, മൻ ഹാദ വമൻ ദാലിക. ആകെ ഇതിൽ വന്നത് ദാലിക എന്നുള്ള പദം മാത്രമാണ്. അത് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ പഠിച്ച സെൻറ്റൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളങ്ങനെ പുതിയ സെൻറ്റൻസിലേക്ക്, ഭാഷയുടെ പുതിയ ലോകത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ. മൻ ഹാദ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതാരാണ്? മൻ ഹാദ, ഇതാരാണ്? ആരെ ചൂണ്ടിയിട്ടാണ്? കണ്ടില്ലേ ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു പള്ളി, ആ പള്ളിയിലും കുറേ ആളുകളുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിലെ ആളെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, മൻ ഹാദ, ഇതാരാണ്? ആരാണിത്? ആരായിരിക്കും അത്? യെസ്, ഹാദ മുദർരിസുൻ, ഹാദ മുദർരിസുൻ, ഹാദ മുദർരിസുൻ. ഇതാരാണ്? ഇതൊരു ടീച്ചറാണ്. ദിസ് ഈസ് എ ടീച്ചർ, ഇതൊരു അധ്യാപകനാകുന്നു. വദാലിക ഇമാമുൻ, ആൻഡ് വദാലിക കുറച്ച് അകലെയാണ് അല്ലേ? വദാലിക
വദാലിക ഇമാമുൻ, കണ്ടില്ലേ? വദാലിക ഇമാമുൻ, അത് ഇമാമാകുന്നു. വദാലിക ഇമാമുൻ, അത് ഇമാമാൻ. അപ്പോൾ പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതാണ് ഇമാം. യെസ്, ഒന്നുകൂടെ വായിച്ചു നോക്കാം. മൻഹാദ, മൻഹാദ, ഇതാരാണ്? വമൻ ദാലിക, അതാരാണ്? ഹു ഈസ് ദിസ് ആൻഡ് ഹു ഈസ് ദാറ്റ്. ഹു ഈസ് ദിസ് ആൻഡ് ഹു ഈസ് ദാറ്റ്. ഇതാരാണ്? അതാരാണ്? ഉത്തരം എന്താണ്? ഹാദാ മുദർരിസുൻ, ഹാദാ മുദർരിസുൻ. ഇത് ആരാണ്? ദിസ് ഈസ് എ ടീച്ചർ, ഇത് അധ്യാപകനാണ്. വദാലിക ഇമാമുൻ, അത് ഇമാമാകുന്നു, അത് ഇമാമാകുന്നു. ഇമാം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കൊക്കെ ഇമാം എന്ന് പറയാറുണ്ട്. യെസ്, അപ്പോൾ ആ വാക്കു നമ്മൾ മൻ എന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. അടുത്തത് മാദാലിക്ക. മാദാലിക്ക, അതെന്താണ്? മാദാലിക്ക, നേരെ എന്താണ് ചൂണ്ടിയത്? മാദാലിക്ക, എന്തിന് ചൂണ്ടിയിട്ടാണ്? അതാ കണ്ടില്ലേ? മാദാലിക്ക, അതെന്താണ്? മാദാലിക്ക, അതെന്താണ്? ദാലിക ഹജറുൻ, ദാലിക ഹജറുൻ, ദാറ്റ് ഈസ് എ സ്റ്റോൺ, അതൊരു കല്ലാകുന്നു. ഹജർ, ഹജർ നമ്മൾ പഠിച്ചതാ, ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് കഅബയിലെ അവിടെ ഹജർ എന്ന് ഉപയോഗിച്ചപ്പോൾ ഹജർ യാനി എന്താണ്? ഹജർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹജറുൻ, കല്ല്. മാ ദാലിക, അതെന്താണ്? ദാലിക ഹജറുൻ. ഹാദാ സുക്കറുൻ, അതിൻ്റെ താഴേക്ക് നോക്കൂ. ഹാദാ സുക്കറുൻ, സുക്കർ. വദാലിക ലബനുൻ, വദാലിക ലബനുൻ. എന്താണ് സുക്കർ? ഹാദാ സുക്കറുൻ, ഇത് പഞ്ചസാരയാണ്. സുക്കർ യാനി ഷുഗർ അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ ഷുഗർ. സുക്കർ എന്നുള്ളത് അറബി വാക്കാണ്. ഹാദാ സുക്കറുൻ, ഇത് പഞ്ചസാരയാണ്. വദാലിക ലബനുൻ, അത് പാലാകുന്നു. ദിസ് ഈസ് എ ഷുഗർ ആൻഡ്, ആ വാവിൻ്റെ അർത്ഥം ആൻഡ്. ദാലിക ലബനുൻ, ദാറ്റ് ഈസ് എ മിൽക്ക്. ലബൻ യാനി പാൽ, ലബനുൻ പാൽ, ലബൻ മിൽക്ക്. ദിസ് ഈസ് എ സുക്കർ, ദിസ് ഈസ് എ ഷുഗർ. ഹാദാ സുക്കറുൻ, ഇത് ദിസ് ഈസ് എ ഷുഗർ. വദാലിക ലബനുൻ, ആൻഡ് ദാറ്റ് ഈസ് എ മിൽക്ക്, ഇത് പഞ്ചസാരയാണ്, അത് പാലാകുന്നു. ഇതോടുകൂടി ഈ ഒരു അദ്ദർസു സാനി അഥവാ രണ്ടാമത്തെ ചാപ്റ്ററിലെ പാഠഭാഗം നമ്മൾ വായിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഈ പാഠഭാഗത്ത് നമ്മുടെ ഉസ്താദ് അബ്ദുറഹീം റഹിമഹുല്ല എന്താണോ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ആ ഭാഗം ദാലിക എന്ന ആ ഒരു പ്രയോഗമാണ്. ദാലിക്കയുടെ സാരാംശവും അതിൻ്റെ പ്രയോഗവും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി തംരീനിലൂടെ നമുക്ക് ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയും, അതിനു വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു ഉറപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് തംരീനിലൂടെ നമുക്ക് കഴിയേണ്ടത്. ഇനി അതിലേക്ക് പ്രവേശിക്കാം. തംരീൻ എക്സർസൈസ് അല്ലേ, അഥവാ പരിശീലനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടെക്സ്റ്റിലെ ഏറ്റവും പ്രത്യേകത നമ്മെ അറബി ഭാഷയുടെ ആ ഒരു ഭാഷാ പഠനത്തിൻ്റെ ദൃഢീകരണം ശരിക്കും നടക്കുന്നത് ഈ പാഠഭാഗത്തിന് ശേഷമുള്ള തംരീനുകളിലൂടെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ആവശ്യമായത് എഴുതി വെക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി, തംരീൻ. ഇഖ്റ വക്തുബ്, ഇഖ്റ വക്തുബ്, ഇഖ്റ വക്തുബ്. ആവർത്തിച്ചു വന്ന വാക്കാൻ വായിക്കുക, എഴുതുക. റീഡ്, അവ എന്നതിൻ്റെ അർത്ഥം ആൻഡ്, റീഡ് ആൻഡ് റൈറ്റ്, എഴുതുകയും വായിക്കുകയും ചെയ്യുക. ഒന്നാമത്തേത് ഞാനതിൻ്റെ
ആശയം, അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കണം. ഞാനതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ വായിക്കണം. വായിക്കുക എന്നുള്ളത് നിങ്ങൾ നടത്തേണ്ട ഒരു പ്രോസസ്സാണ്. അത് നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും വായിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ വായിച്ചു നോക്കുക. രണ്ടാമത് ഞാനത് വായിക്കുമ്പോൾ നിങ്ങളുടെ വായന ശരിയല്ലായിരുന്നോ, ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം. ഇത് പഞ്ചസാരയാകുന്നു, അത് പാലാകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഹർക്കത്തിട്ടിട്ടില്ല അല്ലേ? ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഫത്തുഹും കെസറും ഇട്ടിട്ടില്ല. എന്തിനാണ് ഈ രൂപത്തിലൂടെ ഫത്തുഹും കെസറും ഇടാതെ, ഹർക്കത്തിടാതെ ഈ ഒരു സെൻറ്റൻസ് തന്നത്? അതേ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ഫത്തുഹും കെസറും ഇല്ലാത്ത സെൻറ്റൻസുകൾ നമുക്ക് വായിക്കാനുള്ള ഒരു പരിശീലനമാണ്. അപ്പോൾ ഇത് പഞ്ചസാരയാണ്, അത് പാലാണ്. രണ്ടാമത്തേത് അതാരാകുന്നു എന്നതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അറബി നിങ്ങൾ വായിക്കണം. അത് ഇമാമാകുന്നു എന്നതാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തേത് അതൊരു പൂച്ചയാണോ? അതൊരു പൂച്ചയാണോ? അല്ല, അതൊരു നായയാണ്. നാലാമത്തേത് ഇതെന്താണ്? ഉത്തരം ഇതൊരു കല്ലാകുന്നു. ഇതെന്താണ്? നാലാമത്തേത് ഇതെന്താണ്? ഇതൊരു കല്ലാണ്. ഈ രൂപത്തിലൂടെയാണ്. അപ്പോൾ ഇത് 1 മുതൽ 4 വരെയുള്ള അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ അത് വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അറബി സെൻറ്റൻസ് അഥവാ ജുംല നിങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇനി നിങ്ങൾ വായിച്ചതും ഞാൻ വായിച്ചതും ഒരുപോലെയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യുക? ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് ഞാൻ വായിക്കുന്നു. ഹാദാ സുക്കറുൻ വദാലിക ലബനുൻ. അങ്ങനെ തന്നെയാണോ നിങ്ങൾ വായിച്ചത്? ശരി, അങ്ങനെ തന്നെയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാ. കാരണം അതിൽ തെറ്റാൻ സാധ്യതയില്ല. ആ രൂപത്തിലൂടെ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശരി, രണ്ടാമത്തേത് അതാരാണ്? അത് ഇമാമാണ് എന്നതായിരുന്നു അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വായിക്കുക. മൻ ദാലിക, ദാലിക ഇമാമുൻ. മൻ ദാലിക, ദാലിക ഇമാമുൻ. അങ്ങനെ തന്നെയല്ലേ വായിച്ചത്? ശരി. ഇനി മൂന്നാമത്തേത് നോക്കാം. അതൊരു പൂച്ചയാണോ? അല്ല, അതൊരു നായയാണ്. അതെങ്ങനെയാണ് വായിക്കാം? അദാലിക ഖിത്തുൻ, അദാലിക ഖിത്തുൻ ലാ ദാലിക കൽബുൻ. അതൊരു പൂച്ചയാണോ? അല്ല, അതൊരു നായയാണ്. നാലാമത്തേത് ഇതെന്താണ്? ഇത് കല്ലാകുന്നു. എങ്ങനെയാണ് വായിക്കുക? മാ ഹാദാ, ഹാദാ ഹജറുൻ. മാ ഹാദാ, ഹാദാ ഹജറുൻ. ഇതെന്താണ്? ഇത് ഒരു കല്ലാകുന്നു. അൽഹംദുലില്ലാ, ഒരു തംരീനാണ് ഇതിൽ ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഈ ഒരു അധ്യായത്തിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രത്യേകത, ഓരോ പാഠഭാഗങ്ങളിലും വന്നിരിക്കുന്ന പുതിയ കെലിമത്തുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കെലിമത്തുകൾ മാത്രമായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. കാരണം ബാക്കിയുള്ളതൊക്കെ നേരത്തെ പഠിച്ചതാണ്. പുതിയ കെലിമത്തുകൾ അതിന് പറയുന്ന വാക്കാണ്. നോക്കൂ, നിങ്ങൾ എന്താണ് എഴുതിയത് അവിടെ താഴെ നോക്കൂ. അൽ കലിമാത്തുൽ ജദീദ. ഉണ്ടല്ലേ? അൽ കലിമാത്തുൽ ജദീദത്തു. അതിൻ്റെ അർത്ഥം എന്താ? ദ ന്യൂ വേർഡ്സ്. പുതിയ വാക്കുകൾ, പുതിയ പദങ്ങൾ, പുതിയ പദങ്ങൾ. ദ ന്യൂ വേർഡ്സ്. അൽ കലിമാത്തുൽ ജദീദത്തു, ദ ന്യൂ വേർഡ്സ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥം ശരിക്കൊന്ന് മനസ്സിലാക്കുക. അൽ കലിമാത്തുൽ ജദീദ. ശരി, എന്തൊക്കെയാണ് പുതിയ പദങ്ങളൊന്ന് നോക്കൂ. ഈ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കൂ നിങ്ങൾ. യെസ്, ഇമാമുൻ. രണ്ടാമത്തേത് ഹജറുൻ. മൂന്നാമത്തേത് സുക്കറുൻ. നാലാമത്തേത് ലബനുൻ. ഈ 4 പദങ്ങൾ മാത്രമാണ് അദ്ദർസു സാനി അഥവാ രണ്ടാമത്തെ ചാപ്റ്ററിലെ പദങ്ങൾ അഥവാ കെലിമത്തുകൾ. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നേരത്തെ പഠിച്ച കുറേ കെലിമത്തുകൾ, പദങ്ങൾ ഉപയോഗപ്പെടുത്തി അതിലേക്ക് 4 കെലിമത്തുകൾ മാത്രം
ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാമത്തെ ചാപ്റ്റർ അബ്ദുറഹീം റഹിമഹുല്ല നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ശരി, ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ഇമാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അർത്ഥം ഇമാം നമ്മൾ മലയാളീകരിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത് ഇമാമ് എന്നുള്ളത്. എന്താണ് അർത്ഥം? ഇമാമുൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് അർത്ഥം പറയാറുള്ളത്? ഇമാമുൻ പള്ളിയിലെ ഇമാമ്, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ലീഡർ എന്നൊക്കെ അതിന് അർത്ഥം പറയാം. നമസ്കാരത്തിലെ ഇമാം എന്ന് പറയുമ്പോൾ നമ്മളതിനർത്ഥം പറയാറുള്ളത് എന്താണ്? നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം. ഹജറുൻ, ഹജർ നേരത്തെ നമ്മൾ പറഞ്ഞു കല്ല് അല്ലേ, സ്റ്റോൺ. സുക്കറുൻ പഞ്ചസാര. ലബനുൻ പാൽ, മിൽക്ക്. അൽഹംദുലില്ലാ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്. നമ്മൾ അദ്ദർസുസാനി അഥവാ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് ആവർത്തിച്ച് വായിക്കുകയും നോട്ട് ചെയ്യുകയും പ്രാക്ടിക്കൽ അഥവാ നമ്മൾ എഴുതുന്നിടത്തും അതുപോലെ തന്നെ പ്രയോഗിക്കുന്നതിലേക്കുമൊക്കെ അത് കൊണ്ടുവരികയും ചെയ്യുക. സർവശക്തനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.